നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കേസിന്റെ ആവശ്യാർത്ഥമൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അത് പ്രതിപ്പട്ടികയിൽ വന്നാലും ഇനി ജാമ്യം എടുക്കാൻ വേണ്ടി പോയതായാലും അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്റെ പിറകെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാനാവും. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പോലീസ് നോട്ട് ചെയ്യുക എന്നുള്ളത്. ഇതിവിടെ പറയാൻ കാരണം എന്തെന്നറിയാമോ? മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രതിപ്പട്ടികയിലുള്ള ഒരു ചെറിയ ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ലിസ്റ്റ് നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആ ലിസ്റ്റ് എന്തിന്റെ ലിസ്റ്റാണ്, ആരാണ് ഈ പ്രതികൾ എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. മാത്രമല്ല, ഇന്ന് ഈ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ഒരു ശാപം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ മറ്റൊരു ഭീകരത ഇപ്പുറം ഭാഗത്തും. ഇതിനിടയിൽ ഞെരിഞ്ഞമരുന്ന സാധാരണക്കാരന്റെ കണ്ണീരോ സാധാരണക്കാരന്റെ വേദനയോ സാധാരണക്കാരന്റെ നഷ്ടങ്ങളോ ഇതൊന്നും ഇവിടുത്തെ വോട്ട് വാങ്ങി ജയിച്ച് ഭരിക്കുന്ന ഭരണവർഗം ഒട്ടും വിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഞാനിവിടെ നിങ്ങൾക്ക് ഒരു പ്രതിപട്ടികയിലുള്ള ഒരു 17 പേരുടെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കാണാം. വയസ്സ് 18, സൺ ഓഫ് നൌഷാദ്, പാളയംപറമ്പിൽ, ഈരാറ്റുപേട്ട. ഇതാണ് ഒന്നാമത്തെ നമ്പറുകാരൻ വരുന്നത്. അടുത്തത് വരുന്നത് ഫയാസ്, വയസ്സ് 18, സൺ ഓഫ് അജീബ്, കൊല്ലംപറമ്പിൽ, തെക്കേക്കര, ഈരാറ്റുപേട്ട. മൂന്നാമൻ വരുന്നു ഇർഫാൻ, വയസ്സ് 18, സൺ ഓഫ് ഇസ്മായിൽ, കിഴക്കേടം, നടക്കൽ. ഇനി അടുത്തത് നാലാമൻ വരുന്നു ഫഹദ്, വയസ്സ് 18, സൺ ഓഫ് സത്താർ, ചോലക്കൽ, നടക്കൽ. ഇനി അഞ്ചാമൻ വരുന്നു സബീൽ, വയസ്സ് 18, സൺ ഓഫ് അജി, തൂങ്ങാമ്പറമ്പിൽ, തെക്കേക്കര, ഈരാറ്റുപേട്ട. ഇനി ആറാമത് സാദിഖ്, വയസ്സ് 18, സൺ ഓഫ് ഷാഹുൽ, പള്ളിപ്പാറയിൽ, നടക്കൽ. ഇനി അടുത്തത് ഏഴാമൻ വരുന്നു ആഷിഖ്, വയസ്സ് 18, സൺ ഓഫ് അനീഷ്, പുതുപ്പറമ്പിൽ, നടക്കൽ. അടുത്തതായിട്ട് എട്ടാമത്തവൻ വരുന്നു ബേസിൽ, വയസ്സ് 18, സൺ ഓഫ് നവാസ്, കിടഞ്ഞൂർ പറമ്പിൽ, കാഞ്ഞിരപ്പള്ളി. 9 വരുന്നു ആദിൽ, വയസ്സ് 18, സൺ ഓഫ് വാഹിദ്, പുളിക്കീൽ, നടക്കൽ, ഈരാറ്റുപേട്ട. 10 വരുന്നു നിസാമുദ്ദീൻ, വയസ്സ് 18, സൺ ഓഫ് ബഷീർ, എടത്തുംകുന്നേൽ, ഈരാറ്റുപേട്ട. 11 വരുന്നു അൻസിൽ, വയസ്സ് 18, സൺ ഓഫ് ഷാജി, പാളയംപറമ്പിൽ, ഈരാറ്റുപേട്ട. ഇനി 12 വരുന്നു ഫർഹാൻ, വയസ്സ് 19, സൺ ഓഫ് സുജാബുദ്ദീൻ, വെള്ളത്തോട്ടം, ഈരാറ്റുപേട്ട. 13 വരുന്നു ആഷിഖ്, വയസ്സ് 18, സൺ ഓഫ് അൻസാരി. ഇയാളുടെ അഡ്രസ് ലഭ്യമല്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. 14 വരുന്നു സക്കറിയ, വയസ്സ് 18, സൺ ഓഫ് ബുറൂഷ്, പുളിമൂട്ടിൽ, തെക്കേക്കര, ഈരാറ്റുപേട്ട. അടുത്തത് 15 വരുന്നു അൻസാഫ്, വയസ്സ് 18, സൺ ഓഫ് സിയാദ്, അമ്പലത്തിനാൽ, ഈരാറ്റുപേട്ട. അടുത്തത് 16 വരുന്നു ബിഫാഷ്, വയസ്സ് 18, സൺ ഓഫ് സിറാജ്, വരിക്കാനിക്കൽ വീട്, തെക്കേക്കര, ഈരാറ്റുപേട്ട. ലാസ്റ്റ് 17 വരുന്നു എഹ്സാൻ, വയസ്സ് 18, സൺ ഓഫ് ബഷീർ, മനക്കപ്പറമ്പിൽ, ഈരാറ്റുപേട്ട. നോക്കൂ, ഒട്ടേറെ കള്ളക്കേസുകളിൽ കുരുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ടും പോലീസ് സ്റ്റേഷനിൽ അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇവർ അഡ്രസ് എഴുതിയെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രതിയായി എന്ന് കരുതുക. ഈ പ്രതിപട്ടികയിലുള്ള നിങ്ങൾ അറസ്റ്റിലായി. പോലീസുകാർ നിങ്ങളുടെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ്, അച്ഛന്റെ അമ്മയുടെ പേര് പുറമെ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ, അത് കൈക്കുഞ്ഞാണെങ്കിൽ പോലും പേരിട്ടിട്ടുണ്ടോ, എത്ര വയസ്സ് അല്ലെങ്കിൽ എത്ര മാസം, അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഇടവഴികൾ വരെ എഴുതി വാങ്ങുന്ന പോലീസുകാർ. ഈ ഇസ്ലാമിക നാമധാരികൾ അതല്ലെങ്കിൽ അക്ഷരം തെറ്റാതെ ഇസ്ലാമിക കൊടും ഭീകരന്മാർ പ്രതികളായി വരുന്ന അഡ്രസ് എഴുത്തൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ 17 പേരിലെ ഒരാളുടെ അഡ്രസ് ലഭ്യമല്ല. ഇത് ഏതാണ് പ്രതികൾ എന്നറിയാമോ? നമ്മൾ കേട്ടു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫറാന പള്ളി എന്ന് പറയുന്ന ഒരു ചർച്ച്. ആ ചർച്ചിന്റെ അവരുടെ കോമ്പൗണ്ടിലുള്ള അവരുടെ ആ വളപ്പിൽ ഏകദേശം 10-27 പേര് വരുന്ന ഇസ്ലാമിക കൊടും ഭീകരവർഗം 8ഓളം കാറുകളിൽ വന്നിറങ്ങുകയും അതിനുശേഷം അവിടെ വളരെ അതികഠോരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി ബൈക്ക് റേസിംഗ് നടത്തുകയും അവിടെ പള്ളി വികാരിയായിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ടുള്ള വികാരി ഫാദർ തോമസ് ആറ്റുചാൽ എന്ന് പറയുന്ന അച്ഛൻ, അദ്ദേഹം ഇറങ്ങി വന്ന് പറയുന്നു, ഇവിടെ കുർബാന നടക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിന്നും തൽക്കാലം ഈ ശബ്ദം ഉണ്ടാക്കാതെ നിശബ്ദരായിരിക്കണം എന്ന് പറയുന്നു. ഇറങ്ങിപ്പോകണം എന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. ശബ്ദം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ ആരാധന നടക്കുകയാണ് എന്ന് വളരെ താഴ്മയോടെ പറയും. നമ്മൾക്കറിയാം, ഒരു ക്രൈസ്തവ പള്ളിയിൽ അച്ഛനൊക്കെ പൊതുജനങ്ങളോട് ഇടപഴകുന്ന കാര്യങ്ങൾ നമ്മൾക്കറിയാം. എത്രത്തോളം ശാന്തതയോടെയും സമാധാനത്തോടെയുമാണ് അവർ അഭ്യർത്ഥിക്കുക, ഇടപഴകുക എന്നൊക്കെ കൃത്യമായിട്ടും അറിയുന്ന നമ്മൾ, അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആ ഒരു അഭ്യർത്ഥന ഏത് രീതിയിലാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ
27ഓളം വരുന്ന ഈ ഇസ്ലാമിക കൊടും ഭീകര വർഗത്തിൽ ഏകദേശം 10ഓളം വരുന്ന ക്രിമിനലുകൾ കുട്ടി ക്രിമിനലുകളാണ്. നോക്കൂ, ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ അതിൽ തന്നെ ഒരാളെ എടുത്ത് പറയേണ്ടതുണ്ട്. അതിൽ തന്നെ ഒരാൾ ഈ അടുത്ത നാളിൽ NIA പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു കൊടും ഭീകരന്റെ മകനാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ 10ഓളം വരുന്ന കുട്ടി ക്രിമിനലുകളും പിന്നെ നമ്മൾ കണ്ടു ഈ 17ഓളം വരുന്ന, അതായത് 18 വയസ്സിന് താഴെയും 18 വയസ്സിന് മുകളിലും, ഇതിൽ തന്നെ വയസ്സുകൾ മൊത്തം നിങ്ങൾ കണ്ടില്ലേ? എല്ലാം 17 പേരുടെ വയസ്സും അവരുടെ അഡ്രസ്സും ഇതിൽ കാണിച്ചു, ഒരാളുടെ അഡ്രസ്സ് ഒഴികെ. അതിൽ കൃത്യമായിട്ടും എല്ലാം 18, 19, 18, 19 എന്നുള്ള ഏജ് ലിമിറ്റ് ഉള്ളതാണ്. പക്ഷെ ബാക്കിയുള്ളത് 18ന്റെ താഴെ ആയതുകൊണ്ടാണ് 10ഓളം പേരുടെ വിവരങ്ങൾ നമ്മളിവിടെ വിടാത്തത്. ഈ 27 പേരുടെ വിവരങ്ങൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ഒരു മാധ്യമത്തിനും അത് നൽകുകയോ ഒരു മാധ്യമവും അത് പ്രസിദ്ധീകരിക്കുകയോ ചെയ്തില്ല. ഇനി ഈ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് ഇവരോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ശബ്ദ കോലാഹലം ഉണ്ടാക്കരുത്, ഞങ്ങളുടെ ആരാധന കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്, ശല്യപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കേൾക്കാതെ ഈ 27 ഈരാറ്റുപേട്ട, ഈ പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട, കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ അതിന്റെ ഇരട്ടി ശബ്ദത്തോടുകൂടി അവിടെ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു? അവരുടെ ആ കോമ്പൗണ്ടിന്റെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നതോടുകൂടി ഈ അച്ഛനെ ഇടിച്ചു വീഴ്ത്താൻ വേണ്ടി ഈ ബൈക്ക് റേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജിഹാദികൾ അദ്ദേഹത്തെ ഇടിക്കാൻ വരുന്നു. ഈ ബൈക്കിന്റെ ക്രോസ് ആയിട്ടുള്ള ഒരു കമ്പി ഉണ്ടല്ലോ, നല്ല ബലമായിട്ടുള്ള ഒരു കമ്പി, നമ്മുടെ ലെഗ് ഗാർഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആ കമ്പി തട്ടി അച്ഛൻ അവിടെ വീഴുന്നു. സത്യത്തിൽ അദ്ദേഹം മരണപ്പെടേണ്ടതായിരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ ആശുപത്രിയിലാക്കുന്നു. പെട്ടെന്ന് തന്നെ ആക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അപകട മരണം സംഭവിക്കുന്നില്ല. അത്തരത്തിൽ കൊലപാതക ശ്രമം നടത്തിയ ഈ 27 പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ അവിടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ 27 പ്രതികൾക്ക് പുറമെ അധികമായിട്ട് ഹിന്ദു ക്രൈസ്തവ പ്രതികളുടെ പേര് പോലും ഉണ്ട് എന്ന് പച്ചക്കള്ളം പറയുന്നു. അങ്ങനെ എഴുതി ചേർക്കാൻ ശ്രമിക്കുന്നു. ഇനി നാളെ ഒരു പക്ഷേ ഹിന്ദു നാമധാരികളും ക്രൈസ്തവ നാമധാരികളും ഈ പ്രതിപട്ടികയിൽ കയറി പറ്റിക്കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരന്മാർ ഹൈജാക്ക് ചെയ്ത ഒരു ഭരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിം പള്ളിയിൽ അവരുടെ ഈ പറയുന്ന നിസ്കാരമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരാധന നടക്കുകയാണെന്ന് ചെയ്യുക, അവിടേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഒരു 10-20 പേര് അല്ലെങ്കിൽ 10-27 പേർ ചെന്നുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കുക എന്ന ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാൻ പോലും നമ്മൾക്ക്, അത്തരത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരും ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് ധരിക്കുക, എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് നമ്മൾ ജോസഫ് മാഷിന്റെ, ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷ്, അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പറിൽ ഈ പറയുന്ന ഏതോ ഒരു കഥാകാരൻ എഴുതിയ കഥ, ആ കഥാകാരന്റെ പേര് എനിക്കറിയാം, ഞാനിവിടെ പറയുന്നില്ല. ആ സുഡാപ്പിയുടെ പേര് പറഞ്ഞ അയാൾക്ക് പ്രശസ്തി വേണ്ട എന്ന് കരുതിയിട്ടാണ് ആ ഒരു സുഡാപ്പി എഴുതിയ ഒരു നോവൽ, ആ നോവലിലെ ഒരു കഥാപാത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് ജോസഫ് മാഷ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരുന്നു. അതോടുകൂടി അദ്ദേഹത്തെ ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ വേട്ടയാടുന്നു. വേട്ടയാടുക മാത്രമല്ല, വേട്ടയാടുന്ന ഈ വേട്ടക്കാർക്ക് പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഈ ജോസഫ് മാഷിനെ വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈകാലുകൾ എതിർ ദിശയിൽ ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ മഹനീയ കിതാബിൽ പറയുന്ന പ്രകാരം, ശരീഅത്ത് നിയമപ്രകാരം വിപരീത ദിശയിൽ വെട്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അവസാനം ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പിരിച്ചുവിടുന്നു. അദ്ദേഹത്തിന്റെ മകനെ, ഒന്നും അറിയാത്ത നിരപരാധിയുള്ള മകനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണ് പച്ച വെളിച്ചം പോലീസ് എത്രത്തോളം ഈ കേരളത്തിലെ ഈ പോലീസ് സംവിധാനത്തിൽ സജീവമാണ് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഒരു ഹിന്ദുവോ മുസ്ലിം, ഒരു ക്രൈസ്തവനോ ഈ മുസ്ലിം ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞ് ശബ്ദമുണ്ടാക്കുകയോ അവർക്ക് അവരുടെ ആരാധന വിഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കേരളം ഇവർ കത്തിക്കില്ലേ? കേരളം മാത്രമാണോ, ലോകത്താകമാനം ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്താകമാനം ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ കലാപം അഴിച്ചുവിടില്ലേ? ഇത് പക്ഷേ ഒരു പള്ളിയിൽ അച്ഛനെ കൊല്ലാൻ വേണ്ടി, അതും ആ ചർച്ചിന്റെ വളപ്പിൽപ്പെട്ട, ക്രൈസ്തവരുടെ ആ ആരാധനാലയവുമായി ബന്ധപ്പെട്ട വളപ്പിൽപ്പെട്ട അവിടേക്ക് ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഒരു പെർമിഷനും ഇല്ലാതെ കടന്നു ചെല്ലുന്നു. എന്നിട്ട് അവിടെ അവരുടെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി, അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നു. എന്നിട്ടോ ഒരച്ഛൻ അത് വിലക്കിക്കൊണ്ട് അവരോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നിട്ടും ഈ കേസിലെ 27 പ്രതികളിൽ 10 കുട്ടിപ്രതികളെ നമുക്ക് മാറ്റിവെക്കാം. ബാക്കി 17 കേസ് കൊലപാതക ശ്രമ കേസിലെ പ്രതികളാണ്. അത് മാത്രമല്ല, കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക, വർഗീയ ലഹള ലക്ഷ്യമിടുക, നാട് കുട്ടിച്ചോറാക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്നതിലെ പ്രതികളാണ് ഇവർ. ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് ഇട്ട വകുപ്പ്
എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഏറ്റവും ലളിതകരമായിട്ടുള്ള വകുപ്പുകൾ മാത്രമായിരിക്കും ചാർത്തിയിട്ടുണ്ടാവുക എന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിലുള്ള 17 ക്രിമിനലുകളുടെ പോലീസ് പച്ചവെളിച്ചം പോലീസ് ഒളിപ്പിച്ചു വെച്ച എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലുള്ള ആ പ്രതിപട്ടികയിലുള്ള 17 പേരുടെ പ്രതിപട്ടികയിലുള്ള ലിസ്റ്റാണ് നിങ്ങൾ കണ്ടത്. ഇനി മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വയനാട് 22 വയസ്സ് വെറും 22 വയസ്സുള്ള ഒരു അമ്മയുടെ പൊന്നോമന മകനായിട്ടുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ വയനാട്ട് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ വെച്ചുകൊണ്ട് 3 ദിവസം വെള്ളവും ഭക്ഷണവും പോലും കൊടുക്കാതെ SFI എന്ന് പറയുന്ന ഇതേപോലെ തന്നെ കൊടും ഭീകരവർഗം അവർ അവരുടെ കോടതിയിൽ, അതായത് SFIക്ക് ഒരു കോടതിയുണ്ട്, പാർട്ടിക്ക് കോടതിയും പാർട്ടിക്ക് പോലീസും പാർട്ടിക്ക് അന്വേഷണ കമ്മീഷനും ഒക്കെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച വർഗം തന്നെയാണ് ഈ നാട് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആദ്യ രാഷ്ട്രീയ കൊലക്കേസിൽ പ്രതി ആയിരുന്ന, പിന്നീട് തെളിവുകളുടെയും സാക്ഷിമൊഴികളും ഒക്കെ മാറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടവൻ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അത്തരത്തിൽ കൊലക്കേസ് പ്രതി ഭരണം നടത്തുമ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ തവണ നമ്മൾ കണ്ട നവകേരള സദസ്സ്, നവകേരള യാത്ര എന്തോ കുന്തം നടത്തിയ ഈ 21-22 വാഴകൾ ചേർന്ന് നടത്തിയ യാത്രയിൽ അതിനെതിരെ പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവരെ തല്ലാനും കൊല്ലാനും പൂച്ചട്ടി എടുത്തും വടിയും കമ്പിയുമായി രംഗത്തിറങ്ങുന്ന ഈ SFI കോമരങ്ങൾ, ഈ ഭീകരന്മാരെ, DYFI ഭീകരന്മാരൊക്കെ നമ്മൾ കണ്ടു. അതിനെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരിക്കുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന പിണറായി പറഞ്ഞത് എന്തായിരുന്നു? രക്ഷാപ്രവർത്തനം എന്നാണ്. അതായത് എവിടെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ഇറങ്ങിക്കോളൂ തെരുവിലേക്ക്, അതിനെ രക്ഷാപ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് ഭരിക്കുന്ന പോലീസ് വകുപ്പ് കൈയാളുന്ന ഈ പിണറായി വിജയൻ തന്നെ പറയുമ്പോൾ ഈ വയനാട്ടിലെ ആ കുട്ടിയെ കൊന്നതിലൊന്നും ഒരു അതിശയവുമില്ല. നമുക്ക് 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ, ഒരു തുള്ളി ദാഹജലം കൊടുക്കാതെ ഒരു കുഞ്ഞിനെ അടിച്ചും കുത്തിയും വെട്ടിയും കൊല്ലുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവസാനം ആ കുരുന്ന് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന രീതിയിൽ പുറത്തു വരുന്നു. അതിനുശേഷം ഇപ്പോ 18-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 10-11 ദിവസം കഴിഞ്ഞിട്ടാണ്, ഇന്നലെയാണ് മാധ്യമങ്ങളിൽ അടക്കം ഈ വാർത്ത സജീവമായി രംഗത്ത് വരുന്നത്. നോക്കൂ, അന്യദേശത്തോട്, അന്യ സംസ്ഥാനത്തോട്ട് ചെറിയൊരു ഉറുമ്പിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടേക്ക് നോക്കി മോങ്ങി വിലപിക്കുന്ന സാംസ്കാരിക നാറികൾ, നായിന്റെ മക്കൾ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന സാംസ്കാരിക നാറികൾ, സാംസ്കാരിക നായിന്റെ മക്കൾ ഏതെങ്കിലും ഒരെണ്ണം വാ തുറന്ന് സംസാരിച്ചു. നോക്കൂ, ഇവിടെ അസഭ്യം പറയരുത് എന്നൊക്കെ പറയുന്ന കമന്റ് ഇടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇവരെ ഇതിലും അധികം എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? നായിന്റെ മക്കൾ എന്ന് പറയുന്നതിൽ നായ എന്ന് പറയുന്ന ഡോഗ് ഉണ്ടല്ലോ, അവരൊക്കെ ഒരു നേരത്തെ ഒരു വറ്റ് ഭക്ഷണം നിങ്ങൾ കൊടുത്തു നോക്കും. അത്രയ്ക്കും നമ്മളോട് നന്ദിയുള്ള മൃഗങ്ങളാണ്. അവരെ പോലും ഇവരെ കൂട്ടി വിളിക്കാൻ പാടില്ല. ഇത്രയെങ്കിലും വിളിക്കേണ്ടതില്ലേ നമ്മൾ? എന്നാണ് ഈ പ്രബുദ്ധ കേരള എന്ന് പറയുന്ന നടക്കുന്ന, പ്രബുദ്ധ ജനത എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മലയാളിക്ക് എന്നാണ് ഇനി വിവരം വെക്കുക എന്ന് ആരെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കേണ്ടേ? ഇനിയും നമ്മൾ ചോദിക്കാതിരുന്നാൽ ഈ അധികാരവർഗം ഇനിയും എറിഞ്ഞു കൊടുക്കുന്ന കിറ്റ് നക്കിക്കൊണ്ട്, ഇവിടുത്തെ വെറും കിറ്റ് നക്കി തെരുവ് പട്ടികളെ പോലെ, ആ പട്ടികളുടെ വില പോലും ഇല്ലാതെ ഇവിടെയുള്ള ഈ മലയാളി, ഞാൻ പ്രബുദ്ധനാണെന്ന് പറയുന്ന ഈ മലയാളി ഇനിയും ഇവനെ വോട്ട് കുത്തി ജയിപ്പിച്ചു കഴിഞ്ഞ് ഇനിയും അനുഭവിക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? നോക്കൂ, ഇനിയും പ്രതിഷേധിക്കാതെ, വാ തുറക്കാതെ ഇത്തരത്തിൽ അടിമകളായി കഴിയുന്ന നിങ്ങളുടെ പേര് ഈ പറയുന്ന പ്രബുദ്ധർ എന്നല്ല. നിങ്ങളുടെ പേര് വെറും അടിമ കമ്മി മാക്രി കൂട്ടങ്ങൾ എന്ന് തന്നെയാണ്, അടിമ മാക്രികൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് പൊട്ടക്കിണറ്റിലെ മാക്രികളാവാതെ ഇവനെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിക്കുന്ന നിങ്ങൾ വോട്ട് കുത്തുമ്പോൾ നിങ്ങളുടെ ആരും വന്ന് ചോദിക്കുന്നില്ല, നീ ആർക്ക് വോട്ട് കുത്തി എന്ന് ചോദിക്കുന്നില്ല. അതുകൊണ്ട് ആ ചോദിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് രഹസ്യമായിട്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ആ വോട്ടവകാശം വിനിയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ മാറി മാറി ഭരിച്ച കോൺഗ്രസ് ആയാലും ഈ പറയുന്ന ഇടതുപക്ഷമായാലും ഇനി വേണ്ട നമ്മുടെ രാജ്യം ആകെ ഭരിച്ചിട്ടുള്ള 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച് ഭരിച്ച കോൺഗ്രസ്സുകാരെയാണോ ഈ നരഭോജി കമ്മ്യൂണിസ്റ്റുകാരെയാണോ വിജയിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് 2014 ശേഷം നരേന്ദ്രമോദിജി ഇവിടെ ഒരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്താണ് ധർമ്മഭരണം എന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവിടെ അഴിമതിയുടെ ചെറുവിരൽ പോലും അവിടെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാവില്ല. അദ്ദേഹത്തിന് ഒരു രൂപ പോലും കിട്ടിയിട്ട് വേണ്ട. കാരണം അദ്ദേഹം ഒറ്റത്തടിയാണ്. രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ലോകത്തിന് വേണ്ടി അവതാരം എടുത്ത ഒരു അവതാര പുരുഷൻ എന്ന് പറഞ്ഞാൽ പോലും കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ വിഭാവനം ചെയ്ത ഭരണം വേണോ നിങ്ങൾക്ക്? അതോ ഈ നരഭോജി കൂട്ടങ്ങളുടെ, ഈ വേട്ട നായ്ക്കളുടെ, ഈ വേട്ട പട്ടികളുടെ ഭരണം വേണോ നിങ്ങൾക്ക്? ഇനി അതുമല്ല, ഈ രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച കുടുംബ വാഴ്ച മാത്രമുള്ള ആ അടിമഗണ്ഡി കോൺഗ്രസ്സുകാരുടെ തള്ളയുടെയും മക്കളുടെയും ഭരണം വേണോ നിങ്ങൾക്ക്? ഇത് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നരേന്ദ്രമോദിജി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് മക്കളെ ഭരണം എന്നുള്ളത്, ഇതാണ് മക്കളെ ധർമ്മഭരണം എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ കയ്യിലാണ് ആ അവകാശം ഇരിക്കുന്നത്. അതിപ്പോൾ ഇടതുപക്ഷത്തിരിക്കുന്ന ആളായാലും വലതുപക്ഷത്തിരിക്കുന്ന ആളായാലും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ചിന്തിച്ച് മാത്രം,
ചിന്താശേഷി നിങ്ങൾ ഒരിക്കലും അടിമപ്പെടുത്താതെ നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഈ നരേന്ദ്രമോദിജി നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഭരണത്തിന് പിന്നിൽ അണിചേരുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവൻ പൊലിയാൻ പാടില്ല. ഇനിയും ഒരു പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന സന്യാസി വര്യനോ അത്തരത്തിൽ ഒരു ആത്മീയ ആചാര്യനും ഇത്തരത്തിൽ വേദനിക്കാൻ പാടില്ല. ഇസ്ലാമിക ഭീകരവർഗത്തിന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടത്തിന് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ അവകാശം എന്നുള്ളത് നമ്മളാണ് നമ്മളുടെ കാര്യം തീരുമാനിക്കേണ്ടതെന്ന് ആ ചിന്ത ഇനിയെങ്കിലും എല്ലാവരിലേക്കും വരട്ടെ എന്ന് മാത്രമേ ഈ വേദനയോടെയുള്ള ഈ നിമിഷത്തിലും പറയാനുള്ളൂ. ഇസ്ലാമിക ഭീകരന്മാർ പ്രതികളായി കഴിഞ്ഞാൽ അവരുടെ പേര് പോലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത്ര കണ്ട് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന ഭരണവർഗം ഭരിക്കുന്ന ഇവരിൽ നിന്നും ഇനിയും ഒരു ന്യായം, ഇനിയും ഒരു സഹാനുഭൂതി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മൂഢസ്വർഗത്തിലെ സ്വപ്നം മാത്രമാണെന്ന് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.